ഹലോ ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 ഓർ ട്രേസറിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ മാസം ഇതിന്റെ എക്സാം ഡേറ്റ് വന്നതായിരുന്നു അല്ലെ. അതിന്റെ സിലബസ് ചേഞ്ച് ഉള്ളത് കൊണ്ട് എക്സാം ഡേറ്റ് മാറ്റിയായിരുന്നു. പിന്നെ പുതുക്കിയ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ അതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. അയച്ചവർ ശ്രദ്ധിക്കുക, 33/2024 നമ്മുടെ കാറ്റഗറി നമ്പർ. ഈ പോസ്റ്റിന്റെ പ്രത്യേകത ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഒരുപാട് അഡ്വൈസ് നടക്കുന്ന പോസ്റ്റാണ്. 1096 അഡ്വൈസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ഇപ്രാവശ്യവും 600-ലധികം അഡ്വൈസ് പ്രതീക്ഷിക്കുന്ന പോസ്റ്റാണ്. അപ്പോഴാ ഈ പോസ്റ്റിലെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 33/2025. നമ്മുടെ എക്സാം ഡേറ്റ്, നമ്മൾ എല്ലാവരും കാത്തിരുന്ന എക്സാം ഡേറ്റ് എന്നാണ്? 30/10/2025 അല്ലെ. അപ്പോഴാ നമുക്ക് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇനി 96 ദിവസമുണ്ട് പഠിക്കാൻ അല്ലെ. സിലബസിലെ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. സിലബസിൽ കുറെ മാറ്റങ്ങളുണ്ട്, മെക്കാനിക്കൽ ടോപ്പിക്കുകളൊക്കെ ആഡ് ചെയ്തെങ്കിലും 96 ദിവസമുണ്ട് പഠിക്കാൻ. സിവിലിലെ ടോപ്പിക്ക് വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞവരായിരിക്കും. ഇനി പഠിക്കാത്തവർക്കായാലും ഒന്നേന്ന് തുടങ്ങുന്നവർക്കായാലും 96 ദിവസമാണ് നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുള്ളത്. വളരെ ചെറിയൊരു സിലബസുമാണ്. അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് ഓടിച്ചു നോക്കാം. സിലബസിനകത്ത് സിവിൽ പോർഷനിൽ ആദ്യം വരുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അപ്പൊ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് 10 മാർക്കാണുള്ളത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനകത്ത് മേജറായിട്ട് പഠിക്കാൻ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ്, ദെൻ ലെറ്ററിംഗ്, ഡയമെൻഷനിങ് ആൻഡ് സ്കെയിൽ, പ്ലെയിൻ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ ആൻഡ് പ്രൊജക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. 10 മാർക്കാണ്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും കോമൺ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതൊരു പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അല്ല. ദെൻ അടുത്തത് യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ, 6 മാർക്കാണ്. അതിനകത്ത് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്, മെഷർമെന്റ് ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, പോളിഗൺസ് ആൻഡ് സർക്കിൾസ്, പിന്നെ വോളിയം ഓഫ് സോളിഡ്സ്. ഇത്രയും കാര്യങ്ങളാണ്. ഇത് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും ഒരേപോലെയാണ്, കോമൺ ആണ്, വേറെ പരാതി ഒന്നുമില്ല. ദെൻ അടുത്ത ടോപ്പിക്ക് ഓട്ടോകാഡ് ആണ്. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോകാഡ്, ബേസിക് കമാൻഡ്സ്, ഡ്രോയിങ് ടൂൾ ബാർ ആൻഡ് മോഡിഫയിങ് ടൂൾ ബാർ, പ്ലോട്ടിംഗ് ആൻഡ് പ്രിന്റിംഗ്. ഓട്ടോകാഡും കോമൺ ആയിട്ട് പഠിക്കുന്നത് തന്നെയാണ്. 8 മാർക്കാണ് ഓട്ടോകാഡിന്. ഇനിയാണ് സിവിൽ ടോപ്പിക്കില് വരുന്ന സർവേയിങ്. സർവേയിങ്ങിന് 9 മാർക്കാണ് ഉള്ളത്. അതിനകത്ത് കൺവെൻഷണൽ സർവേയിങ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ആൻഡ് ടേംസ് യൂസ്ഡ് ഇൻ ചെയിൻ, കോമ്പസ്, പ്ലെയിൻ ടേബിൾ ആൻഡ് ലെവലിംഗ് സർവേ, principle of leveling, type of leveling, reduction of level, contouring, theodolite survey, modern and advanced surveying instruments. ഇത്രയിന് 9 മാർക്കാണ് ഉള്ളത്. ദെൻ അടുത്തത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. അതിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട്? സ്റ്റോണ്, ബ്രിക്ക്, ടൈൽസ്, സിമെന്റ്, ലൈം ആൻഡ് ഫില്ലർ മെറ്റീരിയൽസ്, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, ടിംബർ, ഫൗണ്ടേഷൻ, masonry, roofing, flooring, building finishes and services, temporary structural treatment for building construction. ഇത്രയും കാര്യങ്ങളാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിക്കാനുള്ളത്. 10 മാർക്കാണ്. ദെൻ അടുത്തത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്. അതിന് 10 മാർക്കാണ് ഉള്ളത്. എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ്, എസ്റ്റിമേഷൻ, റൂൾസ് ആൻഡ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്ക്, പിന്നെ റേറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. 10 മാർക്കാണ് ഉള്ളത്. ദെൻ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. ഇതിനകത്ത് ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ, ദെൻ സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്, റിസർവോയർ, ഡാം, കനാൽ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, മെഷർമെന്റ് ഓഫ് പ്രഷർ, ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 9 മാർക്കാണുള്ളത്. ദെൻ ഇനി മെക്കാനിക്കൽ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മെക്കാനിക്കൽ ടോപ്പിക്ക് 38 മാർക്കിനാണ് ഉള്ളത്. മെക്കാനിക്കൽ ടോപ്പിക്കിലോട്ട് വരുമ്പോഴാ എന്തൊക്കെയുണ്ട്? ആദ്യത്തേത്
ഡെവലപ്മെന്റ് ഇന്റർസെക്ഷനുമാണ് അല്ലെ. ഡെവലപ്മെന്റ് ഓഫ് സർഫസും ഇന്റർ പെനിട്രേഷൻ ഓഫ് സർഫസും ആണ്. അതായത് സിംപ്ലി ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് സർഫസ് ആണ്. അതിനകത്ത് ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെന്റ്, need of development in industries, different methods of developing the surface, development of surface bounded by plane of revolution, അടുത്തത് plane of revolution intersecting each other, അടുത്തത് development of an oblique cone with elliptical base, calculation of developed lengths of geometrical solids. Then അതിനകത്ത് interpenetration അകത്ത് വരുന്നത് definition of intersection and interpenetration of curves, common method to find out the curves of interpenetration, then solids of problems on interpenetration of prism, cone and pyramids with their axes intersecting at an angle, then intersection of cylinder. ഇത്രയും കാര്യങ്ങളാണ് intersection of surface-നകത്ത് വരുന്നത്. Then അടുത്തത് നമുക്ക് അതിന് മൊത്തത്തിൽ 5 മാർക്കാണ് ഉള്ളത്. 3 മാർക്ക് ഡെവലപ്മെന്റ്, 2 മാർക്ക് ഇന്റർസെക്ഷൻ. Then മൊഡ്യൂൾ 2-ൽ വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനേഴ്സ്, വെൽഡ് ആൻഡ് ലോക്കിംഗ് ഡിവൈസ്. അതിനകത്ത് ഫാസ്റ്റനേഴ്സിനകത്ത് 3 മാർക്കാണ്, വെൽഡിന് 2 മാർക്കാണ്, ദെൻ ലോക്കിംഗ് ഡിവൈസ് 3 മാർക്കാണ് ഉള്ളത്. അടുത്ത മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സ് ആണ്. പൈപ്പ് ജോയിന്റ്സിന് 2 മാർക്ക്, റിവറ്റഡ് ജോയിന്റ്സിന് 3 മാർക്കാണ് ഉള്ളത്. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്, സിവിലുകാർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ദെൻ ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ് ആണ് അടുത്ത മൊഡ്യൂള്. അതിന് ബെൽറ്റ് ഡ്രൈവിന് 4 മാർക്കും ഗിയർ ഡ്രൈവിന് 3 മാർക്കുമാണ് ഉള്ളത്. അതും ബേസിക് മെക്കാനിക്കൽ ആയിട്ടൊക്കെ സിവിലുകാരൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ബേസിക് മെക്കാനിക്കൽ എന്നും പറഞ്ഞ് ഇതും നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യമാണ്. Then മൊഡ്യൂൾ 5-നകത്ത് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് ആണ്. അതിനകത്ത് ഹൈഡ്രോളിക്സ് പോർഷന് 3 മാർക്കും ന്യൂമാറ്റിക് പോർഷന് 2 മാർക്കുമാണ് ഉള്ളത്. ഈ ന്യൂമാറ്റിക് പോർഷൻ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. സിവിലുകാർ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവത്തില്ല, മെക്കാനിക്കലുകാർ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ന്യൂമാറ്റിക്സ് നന്നായിട്ടൊന്ന് നോക്കുക. ഹൈഡ്രോളിക്സ് നിങ്ങൾ ഹൈഡ്രോളിക്സിന്റെ ടേംസും കാര്യങ്ങളും ഒക്കെ കോമൺ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. കുറച്ച് കാര്യങ്ങളും കൂടെ ആക്ച്വേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടോപ്പിക്ക് കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. Then 6-ാമത്തെ മൊഡ്യൂള് ലിമിറ്റ്സ്, ഫിറ്റ് ആൻഡ് ടോളറൻസ്. അതിന് 4 മാർക്കാണുള്ളത്. ലിമിറ്റ്, ഫിറ്റ് ആൻഡ് ടോളറൻസ് 4 മാർക്കാണുള്ളത്. അതും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. Then മൊഡ്യൂൾ 7 ബെയറിങ്സ്. ബെയറിങ്സിന് 4 മാർക്കാണുള്ളത്. അപ്പൊ നമ്മൾ മെക്കാനിക്കലാരെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവരുടേതായിട്ട് പറയാന് നമുക്ക് എത്രയാണ് 38 മാർക്കിനും സിവിലുകാരുടെ ആയിട്ട് പറയാൻ 62 മാർക്കിനുമാണ് ടോപ്പിക്കുകൾ ഉള്ളത്. എന്നിരുന്നാലും മെക്കാനിക്കലുകാർക്ക് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട്? ഡ്രോയിങ് ഉണ്ട്, ഓട്ടോകാഡ് ഉണ്ട്, അതേപോലെ തന്നെ അരിത്തമെറ്റിക് മെൻസുറേഷൻ ഒക്കെ ഉണ്ട് അല്ലെ, മെൻസുറേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും സിവിലുകാർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും മെക്കാനിക്കലുകാർക്ക് സിവിൽ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന് ആദ്യ റാങ്കിൽ തന്നെ എത്താം. അപ്പൊ നമ്മൾ ഏത് ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതിന് നമ്മൾ പറയുന്നത് എന്തായാലും നമ്മൾ ഈ പറയുന്ന സിലബസ് ITI ബേസ്ഡ് സിലബസ് ആണ്. അപ്പൊ ITI ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലും ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിലും നിങ്ങൾ പഠിക്കണം. അതിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. അപ്പം എന്താണ് റെഫറൻസ് ബുക്ക്, ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവില്, ITI ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കല്, പിന്നെ അതിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് പഠിക്കണം. അവരുടെ ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഓവർസിയർ ലെവലിലുള്ള സിവിൽ ബേസ്ഡ് ആയിട്ടുള്ളതും മെക്കാനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളതും ഓവർസിയർ ഗ്രേഡ് 2 വരെയുള്ള ബേസിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ISRO VSSC ഒക്കെ നടത്തുന്ന ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലിന്റെ സിവിലിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതെല്ലാം സോൾവ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന ഞാൻ പറയുന്ന തിയറി റെഫറൻസ് ബുക്കും ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാലാ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഫുൾ സിലബസ് പെട്ടെന്ന് കവർ ചെയ്ത് തീർക്കുക, അതേപോലെ തന്നെ റിവിഷൻ ചെയ്യുക, ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക.
അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കായാലും എളുപ്പത്തിൽ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാം. കാര്യം ഇതിനകത്ത് ഒരുപാട് അഡ്വൈസസ് നടക്കും. ആപ്ലിക്കൻസ് ഈ പറയുന്ന ഇപ്പൊ അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഒക്കെ 22,000 സംതിങ് ഒക്കെയാണ്. അതിൽ തന്നെ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അതെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ലിസ്റ്റിൽ മുൻ റാങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും. അപ്പൊ സ്വന്തമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ വരാം, അത് ഉറപ്പാണ്. ദെൻ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷന് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ഏറ്റവും മികച്ച കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടണം. ഈ പറയുന്ന മെറ്റീരിയൽ ഒന്നും സെർച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ പ്രിപ്പറേഷനിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടെക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓവർസിയർ ഗ്രേഡ് 3 ഓർ ഡ്രാഫ്റ്റ്സ്മാന്റെ നമുക്ക് ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യ റാങ്കുകൾ കുറെ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടി. അപ്പോൾ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ട്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സുകളുണ്ട്. നിങ്ങളെ നോട്ട്സിനെങ്ങും അലയേണ്ട കാര്യമില്ല. ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണമെന്ന് ആലോചിച്ച് നിങ്ങളൊന്നും നടക്കേണ്ട കാര്യമില്ല. ഫുൾ സിലബസ് ക്ലാസ്, ഫുൾ നോട്ട്സ്, ടോപ്പിക് വൈസ് പരീക്ഷകൾ, മാക്സിമം നമുക്ക് കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് കേരള PSCയുടെയും അതേപോലെ തന്നെ VSSCയുടെ ISROയുടെയും നമുക്ക് കിട്ടാവുന്ന റെയിൽവേയുടേതും നമുക്ക് കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പിക് വൈസ് പരീക്ഷകളുണ്ട്, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളുണ്ട്. പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും. ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും ഉണ്ട്. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇനി 96 ദിവസമാണ് നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ആദ്യ റാങ്ക് നേടാനായിട്ട് ഇപ്പൊ തന്നെ തയ്യാറെടുക്കുക. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ. ഞാൻ പറയുന്ന ബുക്സുകളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക, സിലബസ് നന്നായിട്ട് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ആദ്യ റാങ്ക് തന്നെ നേടാൻ പറ്റും. കാര്യം അത്യാവശ്യം ഒരുപാട് വേക്കൻസികളുണ്ട്. താങ്ക് യു.